ഇന്നലെ പാലക്കാട് KSRTC സ്റ്റാൻഡിൽ ഉദ്ഘാടനത്തിനെത്തിയ KB ഗണേഷ് കുമാറും അതുപോലെ തന്നെ അവിടുത്തെ MP ആയ VK ശ്രീകണ്ഠനും MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെയൊക്കെ BJP ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. കമ്പസ് സ്റ്റേഷൻ 4 വർഷമായി അടച്ചു കിടക്കുന്നു എന്ന തരത്തിലേക്കുള്ള വലിയ വിമർശനവും ആരോപണവും ഒക്കെ ആയിരുന്നു BJPയുടെ ഭാഗത്തുനിന്ന് ആ സമരമുറകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അവിടെ ഉദ്ഘാടന ചടങ്ങിന്റെ അന്ന് തന്നെ വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമായി എത്തിയ BJPയുടെ സമര നേതാക്കന്മാർക്ക് മന്ത്രി KB ഗണേഷ് കുമാർ നൽകിയ മറുപടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ? 5 വർഷമായിട്ട് ഇവിടെ ഈ കംഫർട്ട് റൂം എന്താ തുറക്കാത്തത്? അനധികൃത കച്ചവടം നടക്കാണ്. പാർക്കിംഗ് ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ അനധികൃത നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി. അവർക്ക് ഞാൻ നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുമ്പോൾ നിങ്ങൾ മാത്രം സംസാരിച്ചു. ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ സംസാരിക്കണം. അവർക്ക് ടെമ്പററി നമ്പർ ഇട്ട് കൊടുക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്, കോടതിയല്ല. ഈ ഘട്ടത്തിൽ നമ്പർ ഇട്ടാത്തരാത്ത മുനിസിപ്പാലിറ്റിയാണ്. നിങ്ങൾ അതിന്റെ മുനിസിപ്പൽ ചെയർമാനോട് ഞാൻ ചോദിച്ചു, ഒരു വൈലേഷനും ഇല്ല, ഇവരവിടെ ഇരിക്കുന്നുള്ള കാരണം പറഞ്ഞാണ് തരാത്തതെന്ന് മുനിസിപ്പൽ ചെയർമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാനെ വിളിക്കുമ്പോൾ എന്നോട് മുനിസിപ്പൽ പറഞ്ഞു ഇവരെ മാറ്റാതെ നമ്പർക്ക് തരില്ലാന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഇവരെ ഒഴിഞ്ഞു കൊടുക്കാതെ മുനിസിപ്പാലിറ്റി നമ്പർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. കോടതി ഇവരോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാണ്. അവര് കാശ് വാങ്ങിക്കുന്നത് മറുപടി ഞാനിപ്പോ പ്രസംഗിക്കും പറയും. ജനങ്ങൾ ഓടിപ്പോണു. പക്ഷേ ഞാൻ ഒരു കാര്യം, ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ ചോദിട്ടെ, ഇത് ഇവിടുത്തെ MPയാണ്, പല രാഷ്ട്രീയ പാർട്ടിക്കാരും. നിങ്ങൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്പറിടാത്തത് കൊണ്ട് ഉള്ള പല ബുദ്ധിമുട്ടുകളും നിലവിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുണ്ട്. ആ നമ്പർ ഇടേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ആരാണ് എന്ന ബോധ്യമുണ്ടാകണമെന്ന തരത്തിലേക്കുള്ള ചുട്ട മറുപടിയാണ് ഗണേഷ് കുമാർ നൽകുന്നത്. അതുകൂടാതെ എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നിവേദനം നൽകാതെ ഏറ്റവും ആദ്യം തന്നെ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ചോദ്യം കൂടി KB ഗണേഷ് കുമാർ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ അതേ ചൊല്ലി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ വീഡിയോ ഇപ്പോൾ വളരെ വൈറലാണ്. അവിടെ KB ഗണേഷ് കുമാറിനെതിരായും VK ശ്രീകണ്ഠനെതിരായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായും ഒരു വിഭാഗം ശബ്ദമുയർത്തുമ്പോൾ പ്രതിഷേധ നിരക്കെതിരെ ചുട്ട മറുപടി നൽകി എയറിലാക്കി മന്ത്രി KB ഗണേഷ് കുമാർ എന്ന തരത്തിലേക്കുള്ള കമന്റുകളും കമന്റ് ബോക്സിൽ സജ്ജമാണ്, കാണാൻ സാധിക്കും.